ഇന്നൊരു മത്തൻ കറി ഉണ്ടാ, നല്ല ടേസ്റ്റ് ആയ ഒരു മത്തൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, വളരെ എളുപ്പത്തിൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ട ഫാൻസിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അടിപൊളി മത്തൻ കേട്ടോ, ഒരു കുരു കാര്യമായിട്ടില്ല. നോക്ക്, ഞാൻ താഴെയിട്ട് വന്നു ഇങ്ങനെ കുരു ഇല്ല എന്നല്ല, നല്ല എന്താ പറയുന്നതിന്, എന്താ പറയുക, ഇതെന്താ ഇവിടം വരെ. ആ അതെ, മത്തൻ ചെത്തിക്കളാലോ. മത്തൻ കുരു വറുത്ത് തിന്നെന്ന് പറയുന്നത് ഞാൻ കഴിച്ചില്ല കേട്ടോ, എല്ലാവരും പറയുന്നത്. മത്തൻ കുരു കട്ടൻ കൈയും കൂടി പറയുന്നു, പക്ഷെ ഞാൻ കഴിച്ചിട്ടില്ല. മത്തൻ വെറുതെ കൈയിട്ട് അങ്ങനെ കുരു തിന്നാറുണ്ട്, വറുത്ത് കഴിച്ചിട്ടില്ല. പച്ചക്ക് തിന്നും, അതിൻ്റെ ഉള്ളിലത്തെ പരിപ്പ് എടുത്ത് കഴിക്കും. ഞാനൊന്നും കഴിച്ചിട്ട് അച്ഛാ മത്തനെ ഭംഗിയാക്കണ്ട, വീട്ടിലായില്ല. ഇപ്പൊ ക്ലീൻ ഷേവ് അടിച്ച പോലെ ആയി. അച്ഛൻ മത്തനെ ക്ലീൻ ഷേവ് അടിക്കണം. ഇത് സിമ്പിളുമാണ്, ടേസ്റ്റിയാണ്. ഇപ്പം എപ്പോഴും മത്തനും കുമ്പളങ്ങ അവിടെ നന്നായി പഴിച്ചു വെക്കണം. തേങ്ങ ചിരകടിക്ക് ഇങ്ങോട്ട് നോക്കി. നമുക്ക് ചെറിയൊരു മുറി തേങ്ങ, അത് നന്നായി അരച്ചിട്ട് വരാം കേട്ടോ, തേങ്ങ മാത്രം. നമുക്ക് മട്ടൻ കറി വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതൊരു കഷ്ണം മത്തൻ കേട്ടോ. എന്താ കളറില്ല മത്തൻ്റെ, എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നന്നായി വേകട്ടെ. പിന്നെ മത്തൻ നന്നായി വെന്തുട്ടാ, നന്നായി ഉടഞ്ഞു. നമ്മുടെ അരപ്പൊഴിച്ച് കൊടുക്കുക. എന്താ വീഴ താമസം, വീഴാനൊരു മനപ്രയാസം. വെറും തേങ്ങ മാത്രമല്ല, ഒന്ന് തിളക്കട്ടെ. തേങ്ങ ഒഴിച്ചിട്ട് തിളച്ചു കഴിഞ്ഞ് ഇറക്കട്ടെ. ഞാൻ താളിച്ചൊഴിക്കണം. ചീഞ്ചട്ടി ചൂടാവട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. ഒരു 10 ചെറിയ ഉള്ളി. ബാക്കിയോ ബാക്കിയോ ബാക്കി ഉള്ളി നന്നായി മൂട്ടി വെക്കണം. വെറൈറ്റിയാണ് താളിക്കളി, പുറത്ത് വെച്ചിട്ട്. വിറക് ഇവിടെ കത്തുന്നതേ. ഉള്ളി മൂട്ട് വരെ ഒത്തിരി താമസമുണ്ട്. ഉള്ളി മൂട്ട് വന്നു. ഇത് കുറച്ച് ചതച്ച മുളക് ഇട്ടാ. ഇതാണ് ഇതിലെ എരിവ്. കുറച്ച് കറി വെച്ചു. പച്ചടി കേട്ടോ. മഞ്ഞ കറിയിലേക്ക് കുത്തുമുളക് പൊടി. ചട്ടി കഴുകി വെക്കി. സൂപ്പർ കറി ഉണ്ടതാണ്ടാ, മത്തൻ കറി. ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ.
ചെറുപയർ ഉപ്പിട്ട് വെക്കട്ടെ. ഞങ്ങൾ ചേരുന്നു കുതിർത്തില്ല, അങ്ങനെ കിട്ടൂലേ? ഓർമ്മയില്ല വെള്ളത്തിലിടാൻ. വെള്ളം ഒഴിച്ചെടുത്ത് നുള്ളു മഞ്ഞപ്പൊടി ഇട്ടു. പൊടിച്ച് കഴിഞ്ഞു തോന്നുന്നല്ലേ? ഒരു വർഷമായി. പക്ഷെ ഉപ്പ് വാങ്ങാൻ പറഞ്ഞാട്ടാ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. അതന്നെയുള്ളൂ. ഒരു 4 വിസിൽ വരട്ടെ. ചെറുപയർ ഒരു 4 വിസിൽ ഇട്ടാ കറക്റ്റായിട്ട് വന്നതാ. താളിക്ക താളിക്കട്ടേട്ടാ, ചൂടാവട്ടെ. കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക. കടുക് പത്ര അവിടെ കടുക് പൊട്ടട്ടെ. പൊട്ടും കടുക് ഇപ്പോൾ പൊട്ടും. പൊട്ടും. എന്താ പൊട്ടാത്തത്? സവാള കുറച്ച് കറിവേപ്പില. പോയാ 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 എത്രയാ? വള്ളിപ്പൂ വേണോ? കുറച്ച് ചതച്ച മുളക് ഇട്ടാണ്. നല്ലോണം ചതച്ച് വെച്ചിരിക്കുന്നു. പച്ചമുളക് ഇടല്ല. പച്ചമുളക് വേണ്ട, ചതച്ചമുളക് ഇട്ടിട്ടുണ്ട്. ചെറുപയർ കൂട്ട് കറക്റ്റ് വന്നു കണ്ടാട്ടാ. ആയിട്ടാ ആയി. ചോറ് കഴിക്കാം. ചോറ് വന്നിട്ടാണ്. ചോറ് ഇട്ടേ. ചോറ് ഊറ്റാ. ചോറ് ഇട്ടേ. തണുപ്പ് അടുപ്പിൻ്റെ വീട്ടിൽ നിന്നൊക്കെ നല്ല സുഖം. ഇത്ര നേരമായിട്ട് തണുപ്പ് പോയിട്ടില്ല. ആ തലയൊക്കെ വേദനയ്ക്ക് ഇവിടെ ഉണ്ട് ഉള്ളിൽ. നല്ല ചൂട് ചോറും മത്തൻ കറി ചെറുപയർ ഉപ്പേരിയിട്ടാണ്. ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വേണ്ട ഉണ്ണിക്ക്. ഉണ്ണിൻ്റെ ഫേവറേറ്റ് മത്തൻ കറിയുള്ളത്. അങ്ങനെ മത്തൻ കറി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കട്ടെ, അത്രയും ടേസ്റ്റ് ഉണ്ട്. ഒറ്റ മസാല ഇല്ലാത്തത്. ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ്. സൂപ്പർ ടേസ്റ്റാണ്, പറയാൻ വാക്കല്ല, അത്ര ടേസ്റ്റ്. കുത്തുമുളക് കൂടിയിട്ടേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ.